ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും ഈ വചനകൂടാരത്തിൽ കർത്താവിൻ്റെ ശക്തിയേറിയ വചനം ധ്യാനിച്ച് ഈ ദിവസങ്ങളിലെല്ലാം കഴിക്കുകയാണ്. നമ്മളെ ഇവിടേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. വചനം ശ്രവിക്കാനുള്ള ദാഹം നമുക്ക് നൽകിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവാത്മാവിന് നന്ദി പറഞ്ഞ് ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വചനം കേൾക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് മാറണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുറച്ചും കൂടെ സമാധാനം ഉണ്ടാവണം. നമ്മുടെ മനോഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപ, അത് ക്ഷമിക്കുവാനുള്ള കൃപയാണ്. അതിനെക്കുറിച്ച് നിങ്ങളോട് വചനം പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ അത്താഴവിരുന്നിലെ ഭിന്നിപ്പിനെക്കുറിച്ച് പൗലോസ്ലീഹ ആ ജനങ്ങളെ ശാസിക്കുന്നുണ്ട്. കൊറിന്തോസിലെ സഭ അത്താഴവിരുന്നിലെ ഭിന്നിപ്പിനെക്കുറിച്ച് ശാസിച്ചതിനു ശേഷം പരിശുദ്ധ കുർബാന എന്താണ് എന്ന് സ്ലീഹ അവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം പറയുന്നത്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ശിക്ഷ എന്താണ്? നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ശിക്ഷ. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. തമ്പുരാനെ, കുർബാന സ്വീകരിച്ചാൽ നമ്മൾ രോഗികളാകുമോ? അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചാൽ രോഗികളാകുമോ? ദുർബലരാകുമോ? മരിച്ചു പോകുമോ? നമ്മളൊക്കെ ആണെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കുർബാന സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും, അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നൊക്കെയാണ് സ്ലീഹ പറയുന്നത്. ഇത് എങ്ങനെ ശരിയാകുന്നത്? കുർബാന സ്വീകരിക്കാനുള്ള അയോഗ്യത എന്താണ്? അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അത് ഈ ഭിന്നിപ്പിൻ്റെ അനുഭവമാണ്, വിദ്വേഷത്തിൻ്റെ അനുഭവമാണ്. വിദ്വേഷം, മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അയോഗ്യതയാണ്. അത്താഴവിരുന്നിലെ ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് സ്ലീഹ കുർബാന സ്വീകരിക്കാനുള്ള അയോഗ്യതയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭിന്നിപ്പിൻ്റെ ഒരു അരൂപി നിങ്ങളിലുണ്ടെങ്കിൽ, വിദ്വേഷത്തിൻ്റെ അരൂപി നിങ്ങളിലുണ്ടെങ്കിൽ, ക്ഷമിക്കുവാനാവാത്ത ഒരു മനോഭാവം നിങ്ങളിലുണ്ടെങ്കിൽ, അതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അയോഗ്യത. ഇനി എങ്ങനെയാണ് ഈ രോഗികളും ദുർബലരുമാകുന്നത്? അത് വളരെ കൃത്യമാണ്. കാരണം നമ്മൾ ഈ അരിശം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊക്കെ അസുഖം പിടിക്കും. നമ്മുടെയൊക്കെ പലരുടെയും രോഗങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഈ അരിശവും വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ്. എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക് പിടിക്കുന്നത്. ശ്വാസം മുട്ടൽ തുടങ്ങി, അല്ലേ, അൾസർ, ചിലർക്കൊക്കെ കുടലിനകത്ത് അൾസർ, ചിലർക്ക് രക്തം അങ്ങോട്ട് ഓടുന്നില്ല, അത് നിന്നു പോവുക. അതുപോലെ ദേഷ്യ, പിന്നെ എങ്ങനെ ഇത് ഓടുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒത്തിരി രോഗങ്ങൾ. അതുകൊണ്ടാണ് ചില ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് നമുക്ക് ഈ ക്ഷമയുടെ അനുഭവമൊക്കെ കിട്ടുന്നതോടുകൂടി പലരുടെ രോഗം അങ്ങ് മാറും. അതുകൊണ്ട് ഈ ധ്യാനത്തിലും രോഗശാന്തി ഉണ്ടാവണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനേക്കാളേറെ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. വർഷങ്ങളായിട്ട് ക്ഷമിക്കാതിരിക്കുന്ന പാർട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ക്ഷമിക്കുവാനുള്ള കൃപ ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിലും രോഗശാന്തി ഉണ്ടാവും, അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും.
ചിലരൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ? അച്ചോ, ഞങ്ങളാ ധ്യാനം കൂടിയപ്പോൾ ക്ഷമിച്ചു, പക്ഷേ ചത്താലും ഞങ്ങൾ മറക്കുകയല്ല കേട്ടോ. അതാണ്, ക്ഷമിച്ചിട്ടുണ്ട്. അച്ഛനാ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷെ മറക്കാൻ പ്ലാനില്ലെന്ന് മാത്രമല്ല, എങ്ങാനും ഞാൻ മരിച്ചു കിടക്കുമ്പം അവളെങ്ങാനും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് 2 കൊടുക്കും എന്ന് പറയുന്ന പാർട്ടികളാണ് നമ്മൾ. കാരണം ക്ഷമിച്ചെന്നാണ് പറയുന്നത്. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ക്ഷമിച്ചു, ഇവിടുന്ന് ഏറ്റു പറയാൻ പറഞ്ഞു, ക്ഷമിച്ചു എന്ന് ഏറ്റു പറയാൻ പറഞ്ഞു, എല്ലാവരും കൂടെ ക്ഷമിച്ചു എന്ന് ഏറ്റു പറഞ്ഞു. അതുകൊണ്ട് വല്ലതും ക്ഷമയാവോ? അല്ലേ? ക്ഷമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് വല്ലതും ക്ഷമയാവോ? നമ്മുടെ വചനത്തിൽ ഈ ക്ഷമയുടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് ഒത്തിരിയുണ്ട്. ഞാനത് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുള്ളൂ. നമ്മൾ യാക്കോബിൻ്റെയും ആ ഒരു ജീവിതത്തിലാണ് നമ്മൾ ഈ ക്ഷമയുടെ അത്ഭുതകരമായ ഒരു സാക്ഷ്യം കാണുന്നത്. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏസാവിനോട് വളരെ മതിപ്പ് തോന്നുകയും ചെയ്യും. യാക്കോബിനേക്കാളും ശകലവും കൂടെ നല്ലയാൾ ഏസാവാണെന്ന് നമുക്കങ്ങ് തോന്നും. പിന്നെ നമ്മുടെ പൂർവ്വപിതാവായതുകൊണ്ട് യാക്കോബിനെയും നമുക്ക് കുറ്റം പറയണ്ട, അത്രയേ ഉള്ളൂ. കാരണം യാക്കോബ് എന്നാ ഒരു ദ്രോഹമായി ഏസാവിനോട് ചെയ്തത്. നിങ്ങൾ ഓർക്കണം, 1-ാം തരം വഞ്ചന. നമ്മുടെ പൂർവ്വപിതാവാ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അല്ലേ? 1-ാം തരം വഞ്ചനയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്നാലും ഏസാവിൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞൂൽ പുത്രാവകാശം തട്ടിയെടുത്തു. ആര്? യാക്കോബ്. ചെയ്യാവുന്ന ജോലിയാണോ? അല്ല. അതും ഈ അപ്പൻ ദുർബലനായിരിക്കുക, കാഴ്ച കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അല്ലേ? ഏസാവിനെ പോലെ തോന്നിക്കത്തക്ക രീതിയിൽ അതിന് അമ്മയും ഒത്താശ കൊടുത്തു കേട്ടോ. അമ്മയും മോശമല്ല, അമ്മമാർ കാണുമെന്നാ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക്. അവിടെ നിങ്ങളാ കൂടുതൽ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനിപ്പോൾ പൊക്കോളാം. അപ്പോൾ ഈ ഏസാവിനെ പോലെ തോന്നിക്കത്തക്ക രീതിയിലെല്ലാം രോമാവൃതമൊക്കെ ആക്കി ചെന്നു. പാവ ഇസഹാക്കിനെ കൊണ്ട് സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി. എന്തിനാ? ഒരു കോപ്പ പാൽപ്പായസം കൊടുത്തു. അത്ര ഒരു കോപ്പ പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് കടിഞ്ഞൂൽ പുത്രാവകാശം കളഞ്ഞ ഏസാവിനോട് നമുക്ക് മതിപ്പ് തോന്നത്തില്ല. ആദ്യം അവനത് തന്നെ വേണം എന്ന് നമ്മൾ പറയും. ശകലം വിശന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ മറക്കാനായിട്ട് സാധിക്കുമോ? ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ ഈ യാക്കോബും ഏസാവും കൂടെ വീണ്ടും കണ്ടുമുട്ടുന്ന വചനഭാഗമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ അറിയുകയാണ് ഏസാവ് നിന്നെ കാണാൻ വരുന്നു. അപ്പോൾ പിന്നെ യാക്കോബിന് ഒരു സംശയമില്ല, ഇയാൾ വരുന്നത് എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, പഴയതിന് പകരം വീട്ടാൻ വരികയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഏസാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാക്കോബ് പരിശ്രമിക്കുകയാണ്. ഒത്തിരി ആടുമാടുകളും പെണ്ണാടുകളും മുട്ടാടുകളും എല്ലാം വേർതിരിച്ച് പല പല സംഘങ്ങളായി ഈ യാക്കോബ് പോകുന്നതിന് മുമ്പ് തന്നെ ഏസാവിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഏസാവിനെ കണ്ടുമുട്ടുന്ന ഭാഗം വരുമ്പോൾ ഏസാവാകട്ടെ, 33-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ, ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നമുക്ക് ഈ ഏസാവിനോട് മതിപ്പ് തോന്നും. അവൻ്റെ കടിഞ്ഞൂൽ പുത്രാവകാശം കള്ളത്തരത്തിൽ തട്ടിയെടുത്ത് വഞ്ചിച്ച് അവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ യാക്കോബിനോട് ക്ഷമിക്കാൻ ഏസാവ് തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ്. നമുക്കൊക്കെ ക്ഷമിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വഞ്ചനയാണ്. വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഈ പ്രേമവിവാഹക്കാർ വഴക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് അവരെ ഒരുമിപ്പിക്കാൻ. കാരണം അവർ പറയുന്നത്, വഞ്ചിച്ചെന്നാണ് പറയുന്നത്. എല്ലാം ഇട്ടെറിഞ്ഞ് ഇരിയാൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇയാൾ ഞങ്ങളെ കുഴപ്പത്തിലാക്കി. വഞ്ചനയാണ്, അതുകൊണ്ട് മറക്കാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ എന്ത് റിസ്ക് എടുത്താണ് ഞാൻ അവളുടെ കൂടെ കൂടിയത്, എന്നിട്ട് അവൾ വേറെ ആണാണ്ട് കൂടെ പോയി. വലിയ സഹിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. വഞ്ചനയുടെ ഒരു അനുഭവം, അല്ലേ? സാമ്പത്തികമായിട്ടൊക്കെയുള്ള വഞ്ചന, അത് വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ടും സ്വീകരിക്കാനായിട്ടും. നമ്മൾ ഈ സത്യക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വഞ്ചിക്കും, പണം തട്ടിയെടുക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുക. വഞ്ചിച്ച് പണം ഉണ്ടാക്കുക സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ കല്യാണത്തിനായിട്ട് വെച്ചിരുന്ന പണമായിരുന്നു, അത്യാവശ്യത്തിന് വന്ന് ചോദിച്ചു, അവന് കൊണ്ട് കൊടുത്തു, ഇപ്പോൾ അവൻ പറയുക പൈസ തന്നിട്ടേ ഇല്ലെന്ന്. അയ്യോ, സഹിക്കാൻ പറ്റുമോ?
കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇടവപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വീട് വിൽക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, അതിനെ പറ്റി വീട് വിൽക്കാൻ? അല്ല, ഭയങ്കര കടമൊക്കെയാണ്, അവിടെ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവുക, ഈ നാട് ഞങ്ങൾക്ക് പറ്റിയാല. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചേ? ഇപ്പോൾ ഇയാൾ ഗൾഫിലൊക്കെ ആയിരുന്നു, ഗൾഫിൽ നിന്ന് ഇച്ചിരി പൈസയൊക്കെ സമ്പാദിച്ച് വീടൊക്കെ വെച്ച് വന്ന് താമസിച്ചതാണ്. അപ്പോൾ എല്ലാത്തിനും സഹായിക്കാനായിട്ട് കൂടെ നിന്ന ഒരു അയൽവക്കത്തുകാരനുണ്ടായിരുന്നു. എല്ലാത്തിനും സഹായിക്കും, എല്ലാ കാര്യങ്ങൾക്കും, പഞ്ചായത്തിൽ പോകാനും കെട്ടിടം പണിയാനും സിമൻ്റ് ഇറക്കാനും എന്ന് വേണ്ട എല്ലാത്തിനും സഹായിക്കും. നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വന്ന് ചോദിച്ചു, അതെ ചാക്കോച്ചാ, അതൊരു 50,000 രൂപ എന്ന് തരാമോ? ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തന്നേക്കാം, പലിശയും തരാം കേട്ടോ. അയ്യോ, ഈ ചാക്കോച്ചൻ എന്തോ ഒരു നല്ല ചാക്കോച്ചൻ 50,000 രൂപ മതിയോ എന്ന് ചോദിച്ചു. 50,000 എടുത്തു കൊടുത്തു. തമ്പുരാനെ, എന്നാ ഒരു നല്ല മനുഷ്യനായി ചാക്കോച്ചൻ. 2 ആഴ്ച കഴിഞ്ഞപ്പം 3 ആഴ്ചത്തെ പലിശയും കൂട്ടി നമുക്ക് കൊണ്ട് തിരിച്ചു വന്നു. ഇത്രയും തങ്കപ്പെട്ട മനുഷ്യരുള്ള നാട്ടിലാണോ ഞാൻ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അയാൾ വീണ്ടും സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് ഒരു 2.5 ലക്ഷം രൂപ ചോദിച്ചു. ഉടനെ എടുത്തു കൊടുത്തു. 2.5 ലക്ഷം രൂപ ചാക്കോച്ചിൻ്റെ ഒരു അത്യാവശ്യമല്ലേ, നമ്മൾ കൊടുത്തു. പലിശ ബാങ്ക് പലിശയേക്കാൾ 1% കൂടെ കൂടുതലാണ് തരുന്നത്. എന്നീ മോശപ്പെട്ട കാര്യമാണ് അത്. ഏത് തരത്തിലും 2 കൂട്ടർക്കും നല്ലതാ. 6 മാസത്തെ അവധി, 5 മാസമായപ്പം 6 മാസത്തെ പലിശയും കൂട്ടി 2.5 ലക്ഷം രൂപ കൊണ്ട് തിരിച്ചു കൊടുത്തു. അയ്യോ, നല്ല മനുഷ്യരല്ലേ. വീണ്ടും ജീവിതം മുമ്പോട്ട് പോയി. 1 വർഷവും കൂടെ കഴിഞ്ഞു. ഇയാൾ വന്നു 18 ലക്ഷം രൂപ കടം ചോദിച്ചു. വളരെ സന്തോഷപൂർവ്വം എടുത്തു കൊടുത്തു. 1 വർഷത്തെ അവധിയാണ് പറഞ്ഞിരിക്കുന്നത്. വർഷം 1 ആയി, 1.5 ആയി, 2 ആയി. ചാക്കോച്ചേട്ടനോട് ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നത്, ഏയ് ഇല്ല, ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ മേടിച്ചായിരുന്നു, 50,000 രൂപ മേടിച്ചായിരുന്നു, അത് ഞാൻ തിരിച്ചു തന്നില്ലേ ഏട്ടാ? അല്ല, അത് തിരിച്ചു തന്നു. 2.5 ലക്ഷം രൂപ മേടിച്ചായിരുന്നു, അത് തിരിച്ചു തന്നില്ലേ? അതും തിരിച്ചു തന്നു. പിന്നെ ഞാൻ എന്നാ മേടിച്ചേ? അല്ല, 18 ലക്ഷം ഞാൻ മേടിച്ചിട്ടില്ല. ആണ്ട കിടക്കും. അയാളുടെ പാവത്താൻ ആരാണ്ടോട് കടമൊക്കെ മേടിച്ച് 18 ലക്ഷം കൊടുത്ത ചാക്കോച്ചന് വിഷമിക്കേണ്ടെന്ന് ഓർത്ത്. ഭയങ്കരമായ വഞ്ചനയാണ്. ചാക്കോച്ചനാണെങ്കിൽ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ ഫ്രണ്ടിലുണ്ട് താനും. നമ്മളിതെങ്ങനെ ചാക്കോച്ചനോട് പറയുന്നത്? ചാക്കോച്ചനോട് പറഞ്ഞു, ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു, ചാക്കോച്ച എങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അച്ഛാ, ചുമ്മാ പേര് ദോഷം പറയുന്നു, മാന്യമായിട്ട് ജീവിക്കുന്നത് ഞങ്ങളെ വേണ്ടാതിനും പറയും. അയാളെങ്കിൽ വിളിക്കും, ഞാനിപ്പോൾ ചോദിക്കാം, ഞാൻ മേടിച്ച കാശെല്ലാം തിരിച്ചു കൊടുത്താ എന്നെ അടുക്കും. കത്തോലിക്കനാ, മാമോദീസ വെള്ളവും വേണ്ട, സർവ്വകൂദാശയും സ്വീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ വഞ്ചന എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് സൽപ്പേര് കളയത്തക്ക രീതിയിൽ നമുക്ക് ചിലതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ലേ, വിവാഹത്തിൻ്റെയൊക്കെ തലങ്ങളിൽ പല കല്യാണങ്ങളും ഒക്കെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാനം വഞ്ചനയാണ്. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിക്കുക, കുഴപ്പങ്ങളൊക്കെ മറച്ചു വെച്ച് കെട്ടിക്കുക, അല്ലേ, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വഞ്ചനയുടെ അനുഭവങ്ങളെയൊക്കെ ക്ഷമിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? പലപ്പോഴും വഞ്ചിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ തോൽപ്പിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഒരു തോന്നൽ. തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചിന്ത, എന്നെ അവൻ തോൽപ്പിച്ചു, അപ്പം ഞാൻ കഴിവില്ലാത്തവനായിപ്പോയി, ജയിക്കാൻ ശക്തിയില്ലാത്തവനായിപ്പോയി, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള എന്നോടുള്ള ഒരു ആത്മനിന്ദയും എല്ലാം കൂടെ കൂടുമ്പോൾ ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഏസാവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നിരുപാധികമായിട്ട് യാക്കോബിനോട് ക്ഷമിക്കുകയാണ്. ഏസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതെല്ലാം ഓർത്ത്, ഒരാൾ അയാൾക്ക് പറ്റിപ്പോയ അമളി ഓർത്ത്, മറ്റേ ആൾ അയാൾക്കിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയണം കേട്ടോ, എന്നാലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു കരച്ചിൽ അത്യാവശ്യമാണ് എവിടെങ്കിലും. ഏസാവ് തല ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ഈ ദാസന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ്. എന്തോ ഒരു വിനയമാണ് യാക്കോബിന്, അല്ലേ? ഇപ്പോൾ വഞ്ചിക്കാൻ നേരം ഒന്നുമില്ലായിരുന്നു, വളരെ മാസ്റ്റർ മൈൻഡായിരുന്നു വഞ്ചിക്കാൻ നേരം. പക്ഷേ ഇപ്പോൾ വളരെ എളിമയുള്ളവനാണ്. അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്ത് ചെന്ന് ഏസാവിനെ വണങ്ങി. തുടർന്ന് ലെയായും അവരുടെ മക്കളും അതിനുശേഷം ജോസഫും റാഹേലും അടുത്ത് ചെന്ന് താണുവണങ്ങി. ഏസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നീ നേരത്തെ കുറേ ആടുമാടുകളെയും
കന്നുകാലികളെയല്ല എനിക്ക് സമ്മാനമായിട്ട് കൊടുത്തു വിട്ടല്ലോ, അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? യാക്കോബ് പറഞ്ഞു, എൻ്റെ യജമാനനായ അങ്ങയുടെ പ്രീതി നേടുക. ഏസാവ് പറഞ്ഞു, സഹോദരാ, എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്, നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക. നീ എന്നെ വഞ്ചിച്ചാലും എന്നെ സർവശക്തനായ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്. നിനക്കൊത്തിരി സമ്പത്തുണ്ടെന്നൊക്കെ നീ പറയുന്നു, അത്രയും ഒരുപക്ഷെ അതിൽ കൂടുതൽ സമ്പത്ത് എനിക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നീ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. ക്ഷമിക്കുന്നവന്റെ മുഖം ആരുടെ മുഖം പോലെയാണ്? ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. ക്ഷമിക്കുന്നവന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. ശരിയാണോ? ആവോ? കണ്ണാടി നോക്കിയിട്ട് നമ്മളെപ്പോലെ ദൈവം ഇരിക്കുന്നു കേട്ടോ. അതൊക്കെ ശരിയാണോ? നമ്മൾ വിശ്വസിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ എപ്പോഴും പറയുന്നുണ്ട്. നമ്മളെപ്പോലെയാണ്, എന്നെ പോലെയാണ്, ഈ കളറൊക്കെ ആയിരിക്കുമോ ദൈവത്തിന്, അല്ലെങ്കിൽ ഈ മൂക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടും. പക്ഷേ വചനം പറയുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം ശാരീരികമായിട്ടൊക്കെ നമ്മളെപ്പോലെ കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ മുഖമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു, നിന്നിലൂടെ എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു. എന്നിട്ട് ഏസാവ് പറയുകയാണ്, നമുക്ക് യാത്ര തുടരാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, ഞാൻ നിന്റെ മുമ്പേ നടക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്, കറവയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെയുണ്ട്, ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തു, അതുകൊണ്ട് അങ്ങ് മുമ്പേ പോയാലും. അപ്പോൾ വീണ്ടും ഏസാവ് ചോദിക്കുകയാണ്, എൻ്റെ ആൾക്കാരിൽ കുറേ പേരെ ഞാൻ നിൻ്റെ കൂടെ നിർത്തട്ടെ. എന്തോ ഒരു വലിയ സ്നേഹമാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്. യാക്കോബ് അവരോട് പറഞ്ഞു, എന്തിന്? എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി. അങ്ങനെ ഏസാവ് യാക്കോബിനെ വിട്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്ഷമയുടെ കാര്യത്തിൽ, ദൈവത്തിൻ്റെ മുഖം കാട്ടുന്ന കാര്യത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിനേക്കാളും വളരെ മുമ്പിലാണ് ഏസാവ്. ഏസാവ് ക്ഷമിച്ചു. വഞ്ചിക്കപ്പെട്ടവനാണ് ഏസാവ്, എല്ലാം തകർക്കപ്പെട്ടവനാണ്, ഒന്നുമില്ലാതെ എല്ലാം ഉണ്ടായിരുന്നവൻ, കടിഞ്ഞൂൽ പുത്രാവകാശമുണ്ടായിരുന്നവൻ, ഒന്നുമില്ലാതെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവൻ. അവൻ മടങ്ങി വരുമ്പോൾ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേടാ എന്നൊരു ചോദ്യം പോലുമില്ല, ഒരു വമ്പ് പറച്ചിലുമില്ല. നീ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ നീ എന്നാ ഓർത്തേ? ഞാൻ തകർന്നു പോകുന്നോ? ഞാൻ തകർന്നു പോയില്ല കേട്ടോ, എനിക്ക് നിന്നെക്കാളും കൂടുതൽ സ്ഥലമുണ്ട്, എനിക്ക് വലിയ കെട്ടിടങ്ങളുണ്ട്, എനിക്ക് ഷിമോഗായിൽ ഭൂമിയുണ്ട്, എനിക്ക് അവിടെ അതുണ്ട് ഇതുണ്ട്, ടൗണിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ട്, ഇതൊന്നും പറയുന്നില്ല. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനോട് ക്ഷമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഏസാവിന് യാക്കോബിനോട് ക്ഷമിക്കാൻ സാധിച്ചതിൻ്റെ ഒരു കാരണം അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വലിയ ബോധ്യമായിരുന്നു. അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വലിയ ബോധ്യം, എനിക്കെൻ്റെ ദൈവം ഒന്നിനും കുറവ് വരുത്തിയില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായപ്പോൾ അവനോർത്തു, പിന്നെ ഞാൻ എന്തിനാ മനുഷ്യരോട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നോട് എൻ്റെ ദൈവം ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. എന്നെ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയെങ്കിൽ അതിനേക്കാൾ ഏറെ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളൊരു ചിന്ത തലേ കയറിയപ്പോൾ, അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവൻ ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്. നമുക്കും ക്ഷമിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്ന നന്മകൾ മാത്രം ഒന്ന് ഓർത്തെടുത്താൽ മതി. കല്യാണമൊക്കെ കഴിച്ച് 25ാമത്തെ വാർഷികം ആഘോഷിച്ച ഇടവകക്കാരിയായ സൺഡേ സ്കൂൾ ടീച്ചർ, മാതൃവേദി പ്രസിഡന്റ്, നല്ലൊരു ചേച്ചി, നല്ലൊരു കുടുംബം, നല്ല 2 മക്കൾ, കെട്ടിയോൻ അതിനേക്കാളും നല്ല മനുഷ്യൻ. ഇവരെന്നെ കാണാൻ വരികയാണ്. കാണാൻ വന്നിട്ട് പറഞ്ഞു, ഇടവക ദിനത്തിന് നമ്മൾ ആദരിക്കു കൊടുക്കും, ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കും അല്ലേ? കല്യാണത്തിൻ്റെ 25 വർഷം കഴിഞ്ഞവർക്ക്
ഇടവകയിൽ നിന്ന് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കും. ഇത്രയും നാൾ പിടിച്ചു നിന്നല്ലോ, വലിയ കാര്യമാണ്. അപ്പോൾ അവാർഡൊക്കെ കൊടുത്ത് സന്തോഷത്തിൽ അവർ, പക്ഷെ നന്ദി പറയാൻ അങ്ങനെ ആരും വന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഈ സ്ത്രീ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒത്തിരി ഇടവകളിൽ ഇരുന്നിട്ടില്ല, എന്നാലും ഈ ഇത് അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ പിറ്റേ ദിവസം എന്നാ വികാരിച്ചിനെ ഒന്ന് കണ്ട് നന്ദി പറഞ്ഞു കളയാം, ഞങ്ങൾക്കൊരു സമ്മാനമൊക്കെ തന്നാലേ, അതിനൊന്നും ആ വഴി ആരും വന്ന് കണ്ടിട്ടില്ല. പലകമൊക്കെ മേടിച്ച് പോകത്തേ ഉള്ളൂ. ഏതായാലും ചേച്ചി വന്നിരിക്കുക രാവിലെ, കെട്ടിയോനില്ല. അപ്പോഴേ എനിക്ക് തോന്നി വല്ലതൊക്കെ പറയാനും കൂടെ ആയിരിക്കും ഈ ഒറ്റയ്ക്കുള്ള വരവ്. എന്നിട്ട് പറഞ്ഞു, കൊച്ചച്ചാ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, ഇന്നലെ എല്ലാ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി, അച്ഛനാണ് എല്ലാം ചെയ്തത്, അച്ഛന് പ്രത്യേകം നന്ദി പറയാൻ വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറയാൻ. അതെന്താണാവൂ? കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എൻ്റെ അപ്പനോടും ആങ്ങളമാരോടും പിണങ്ങിയിട്ടും 25 വർഷമായി. ഞാൻ പറഞ്ഞു, അത് നേരത്തെ പറയുകയായിരുന്നെങ്കിൽ നമുക്ക് അതിനും കൂടെ ഒരു സമ്മാനം തരാമായിരുന്നു. ഒരു കുർബാന പുസ്തകം, ഈ കല്യാണം കഴിച്ചതിന് ബൈബിളാണ് കൊടുത്തത്, ഇതിനൊരു കുർബാന പുസ്തകയിലും കൊടുക്കാമായിരുന്നു. കാരണം അനുരഞ്ജനത്തിൻ്റെ കൂതാശയാണല്ലോ, അപ്പോൾ അത് കൊടുക്കാമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചിക്ക് ചേച്ചിയുടെ അപ്പനോടും ആങ്ങളമാരോടും പിണക്കോ? കണ്ടാ പറയത്തില്ലല്ലോ. ഉടനെ അവർ എന്നോട് പറഞ്ഞു, അതേ അമ്മ പണ്ടേ മരിച്ചുപോയി, അമ്മ ആങ്ങളമാരോടൊക്കെ പറഞ്ഞ അവളെ നോക്കിക്കണമെന്ന്. എന്നിട്ടുണ്ടല്ലോ എന്നെ കെട്ടിച്ച് വിട്ടപ്പം എൻ്റെ കെട്ടിയവൻ പാവമായതുകൊണ്ട് ആങ്ങളമാരും അപ്പനും കൂടെ എനിക്ക് വേണ്ടത്ര സ്വത്ത് തന്നില്ല. ഇതാണ് പ്രശ്നം. കുറേ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, എനിക്ക് 2 ഏക്കറേ തന്നുള്ളൂ. ഞാൻ ചോദിച്ചു, എത്രയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? ഒരു 10 ഏക്കർ വരെയൊക്കെ അവർക്ക് തരാമായിരുന്നു. 2 ഏക്കറേ എനിക്ക് തന്നുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കങ്ങനെ സാമ്പത്തിക പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ലല്ലോ. ഇല്ല, ഞങ്ങൾക്ക് ദൈവകൃപയാൽ കുഴപ്പമൊന്നും ഇല്ല അച്ചോ. അതാണ് ഈ ഏസാവും നമ്മുടെ ചേട്ടത്തിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ്, ഏസാവിന് അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ ഏസാവ് പറഞ്ഞു, എനിക്കിതെല്ലാം ഉണ്ടാവേ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ചേച്ചിക്കും ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊരു ബോധമില്ല, ദൈവം തന്നിട്ടുണ്ടെന്നുള്ളൊരു ബോധമില്ല. അതാണ് പ്രശ്നം. അതിന് ഞങ്ങൾക്ക് കാശൊക്കെ ഉണ്ട്. ഈ ഭർത്താവ് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലെങ്ങാണ്ട് വലിയ ഉദ്യോഗമാണ്, വലിയ ശമ്പളം കിട്ടുന്ന മനുഷ്യനാണ്. നല്ല 2 പിള്ളേർ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ. ഞാൻ പറയും, എൻ്റെ ചേച്ചി ആ കെട്ടിയവൻ വെള്ളമടിച്ച് 4 കാലം നടക്കുകയും വേറെ വല്ല ആൾക്കാരുടെയൊക്കെ പുറകെയൊക്കെ നടക്കുകയും ഈ ചേച്ചിയുടെ 2 മക്കളും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് വന്ന 2 മക്കളും കൂടെ ആയിരിക്കുകയും പിന്നെ ആ 10 ഏക്കർ റബ്ബർ തോട്ടം കിട്ടുകയും കൂടെ ചെയ്തായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എൻ്റെ ചേച്ചിയോട് പറഞ്ഞാൽ, അങ്ങനെ പറയാതെ, കരുനാക്കൊണ്ടൊന്നും പറയാതെ, വയസ്സാങ്കാലത്ത് എങ്ങാനും അയാൾ തലതെറിച്ച് കള്ളു കുടിച്ച് പോയാലോ, അയ്യോ അത് വേണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കില്ലേ?